കർശന നിയന്ത്രണങ്ങൾക്കിടയിലും പുതുവത്സരം ആഘോഷിച്ച് രാജ്യ തലസ്ഥാനം. ഡൽഹി ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലായിരുന്നു തലസ്ഥാന നഗരത്തിലെ ആഘോഷങ്ങൾ. നഗരത്തിന്റെ ഹൃദയഭാഗമായ കൊണാട്ട് പ്ലേസ് കേന്ദ്രീകരിച്ചായിരുന്നു 2026 വരവേൽക്കുന്ന ആഘോഷനിശ. ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ കർശന നിയന്ത്രണത്തിലായിരുന്നു പ്രദേശം. എന്നിരുന്നാലും തിമിർക്കുന്നതായിരുന്നു ആഘോഷം. ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത് ഡൽഹിക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ന്യൂ ഇയർ കണ്ടിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചു. न्यू ईयर की बात करें तो न्यू ईयर बहुत अच्छा बनेगा. Celebrate New Year with my family and friends over here, and I'm overwhelmed with all the security provisions which has been really taken care by our Delhi police. നാട്ടിലെ ആഘോഷങ്ങളുടെ അത്ര വരില്ലെങ്കിലും ചുരുങ്ങിയ സൗകര്യങ്ങളിൽ ആഘോഷങ്ങൾ കളറാക്കി ഡൽഹി മലയാളികൾ. നാട്ടിലൊന്നും ഞങ്ങൾ ഇങ്ങനെ ഒന്നും സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ. എന്തായാലും ഇപ്രാവശ്യം നല്ല അടിച്ചുപൊളിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ ഗേറ്റ്, കൊണാട്ട് പ്ലേസ് എന്നിവിടങ്ങളിൽ ആഘോഷങ്ങൾ നീണ്ടുനിന്നത് 7 മണി വരെ മാത്രം. പോലീസും ബോംബ് സ്ക്വാഡും എത്തി ആളുകളെ സ്ഥലത്ത് നിന്ന് പിരിച്ചുവിട്ടു. പബ്ബുകളും മാളുകളും കേന്ദ്രീകരിച്ച ആഘോഷങ്ങൾ തുടർന്നു. നിയന്ത്രണങ്ങൾക്കിടയിലും പുതുവത്സരം ആഘോഷിച്ചിരിക്കുകയാണ് രാജ്യ തലസ്ഥാനം. ഡൽഹി ഇന്ത്യ ഗേറ്റിലും കൊണാട്ട് പ്ലേസിലുമടക്കം ധാരാളം ആളുകളാണ് പുതുവത്സരം ആഘോഷിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുന്നുമുണ്ട്. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം IS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.